ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് റോസും അതേപോലെ ഹാങ്ങിങ് ജെറേനിയും കേട്ടോ സെയിലിനായിട്ടുള്ളത്. റോസ് നമുക്ക് 3 കളറാണ് കേട്ടോ ഉള്ളത്. ഇത് 3ഉം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഒന്ന് ഈ ഒരു ബട്ടൺ റോസാണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് സ്നോ വൈറ്റ് റോസും പിന്നെ ഒരു റെഡ് കളറുള്ള റോസും ആണ് കേട്ടോ. എല്ലാം ഓൺ റൂട്ടറാണ്. കോംബോ ആയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്, അല്ലാതെ 3ഉം വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഇനി നിങ്ങൾക്ക് ഓരോന്ന് ഇതിലേതെങ്കിലും കളറുകൾ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാമല്ലോ. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന 60 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പോസ്റ്റ് വഴി ഇപ്പോൾ അയക്കുന്നില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ആ ഒരു വെറൈറ്റി. ഇതൊരു നല്ല റെഡ് കളറിലുള്ള പൂവാണ്. ഈ 3 വെറൈറ്റി മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓൺ റൂട്ടഡ് റോസ് അല്ലാതെ ബഡ് റോസ് അങ്ങനെ ഞാൻ അയച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഹാങ്ങിങ് ജെറേനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ വെറൈറ്റീസ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലും 3 വെറൈറ്റി ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ കളറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു കളർ ഒഴിവാക്കിയിട്ട് അല്ലാതെ 3 കളറുകളായിരിക്കും അയക്കുക. അപ്പോൾ 250 രൂപയാണ് കേട്ടോ ഒരു കോംബോയ്ക്ക് വരുന്നത്. അതിൻ്റെ കൂടെ കൊറിയർ ചാർജും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത്രയൊക്കെയാണ്. ഒത്തിരി വലിയ നീണ്ട പ്ലാന്റ്സ് അല്ല, എന്നാൽ തീരെ കുഞ്ഞ് അങ്ങനെയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കാൻ സുഖം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, പാക്കിങ്ങും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. പിന്നെ ഇത്തിരി ചകിരിച്ചോറാണ് അതിൻ്റെ ഉള്ളിൽ. അത് കുറച്ച് ചകിരിച്ചോറല്ല, കരികലപ്പൊടിയാണെന്ന് തോന്നുന്നു. അത് കുറച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അയക്കുന്നത്. കുറച്ച് ഒഴിവാക്കിയിട്ട് പിന്നെ ആ ഒരു കവറിലിട്ടിട്ട് തന്നെ ആയിരിക്കും അയക്കുക. അപ്പോൾ ഈ ഒരു കളറുകളൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ സ്ക്രീനിലേക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. കോള് പരമാവധി ഒഴിവാക്കണം. നമുക്ക് ചെറിയൊരു നഴ്സറിയും കൂടി ഉള്ളതുകൊണ്ട് പകലൊന്നും മെസ്സേജ് നോക്കിയിരിക്കാൻ സമയം കിട്ടാറില്ല. രാത്രിയാണ് കൂടുതലും മെസ്സേജ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റിപ്ലൈ കുറച്ച് വൈകുന്നത്. പ്ലാന്റ്സ് കൈ കിട്ടി കഴിയുമ്പോഴേ നിങ്ങൾ ജസ്റ്റ് അത് തുറന്നിട്ട് ഒന്ന് നനച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കണം കേട്ടോ. നനവില്ലാതെ പുറത്തേക്ക് എടുക്കുമ്പോഴേ കരികലപ്പൊടിയൊക്കെ അല്ലേ, അപ്പോൾ അതിങ്ങനെ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. മണ്ണാണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ സെറ്റായിട്ടിരിക്കും. കരികലപ്പൊടിയൊക്കെ പിന്നെ നനവില്ലെങ്കിൽ അതിങ്ങനെ വീണ് പോകും. അപ്പോൾ നടുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളങ്ങളൊന്നും അധികം വാരിയിട്ട് നടരുത്. ചെടി കിട്ടിക്കഴിയുമ്പോൾ നട്ട് തണലത്ത് വെക്കുക. നിങ്ങളുടെ മണ്ണുമായിട്ട് അത് സെറ്റായി പിടിച്ചു എന്ന് കാണുമ്പോൾ നല്ല വെയിലത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഹാങ്ങിങ് ജെറേനിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓർക്കിഡും ആന്തൂരിയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചേച്ചി കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹാങ്ങിങ് ജെറേനിയാണ് കേട്ടോ. ഈ ഹാങ്ങിങ് ജെറേനി ഉണ്ടല്ലോ പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകില്ല. മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതുപോലെ കമ്പ് പൊട്ടിച്ച് മാറ്റി നടാനാണെങ്കിലും പെട്ടെന്ന് പിടിച്ചും കിട്ടും. പിന്നെ അത്യാവശ്യം വെയിൽ വേണം, വെയിലുള്ളിടത്ത് വെക്കുക വേണം, എങ്കിലേ നല്ലോണം പൂക്കളുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഡെയ്സീൻ്റെ 2 കളറുകളുണ്ട് കേട്ടോ. ഈ ഒരു കളറും വൈറ്റും 2 കളറും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടെ വാങ്ങിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.